ഗൈസ്, ഐ ആം ദി സോറി. ഓക്കെ, സന്തോഷ് ട്രോഫിയുടെ കാര്യത്തിൽ ഇറ്റ്സ് മൈ ഫോൾട്ട്. ഒരു സെമി ഫൈനൽ ജയിച്ചപ്പോ ഞാൻ അതിനെപ്പറ്റി നല്ലതൊന്നും എന്റെ വീഡിയോയിൽ പറയാൻ പാടില്ലേനു. എന്തായാലും 2025 ന്യൂ ഇയർ ന്യൂ മീ. ഇനി ആരെപ്പറ്റി ഞാൻ നല്ലത് പറയാൻ പോണില്ല. അതത്രേ ഉള്ളൂ. ഒക്കെ ഞാൻ നിർത്തി. എനിവേ, നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ മറക്കുക ആൻഡ് പുതുതായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഐശ്വർ രാഹുൽ ലീവിംഗ് KBFC. കുറച്ചധികം മാസങ്ങളായി നമ്മൾ ഈ ഒരു ന്യൂസ് കേൾക്കുന്നു, ഈ ഒരു റൂമർ കേൾക്കുന്നു. ബട്ട് ദിസ് ടൈം അത് നടക്കാൻ പോവാണത്രേ. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഐശ്വർ രാഹുൽ ടു ഒഡീഷ FC. കുറെ ഫാൻസിന്റെ കമന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ്സ് ഒക്കെ കണ്ടു. ലൊബേറയ്ക്ക് കീഴിലെത്തുമ്പോഴേക്ക് രാഹുലിന്റെ ലെവൽ തന്നെ മാറും, പൊട്ടൻഷ്യൽ മാറും. ഐ മീൻ, ജസ്റ്റ് ലൊബേറിന്റെ ഒരു പ്ലെയർ ആയി എന്ന് വെച്ചതുകൊണ്ട് മാത്രം ആൾ നന്നായി കളിക്കാനൊന്നും പോണില്ല. ബട്ട് മേ ബി ഈ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് അല്ലെങ്കിൽ ആളുടെ മേലെയുള്ള പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടുമ്പോൾ ചിലപ്പോ ആൾ നമ്മൾ വിചാരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താം. ആൻഡ് ലൊബേർ ആളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ബാക്കിയുള്ളത് രാഹുലിന്റെ ഭാഗത്ത് തന്നെയാണ്. ആള് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ആളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ചേഞ്ച് ആയിരിക്കാം ആളുടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തിക്കുന്നത്. KBFC വിട്ടുപോകണ മലയാളി പ്ലേയേഴ്സിന് ഏറ്റവും മിനിമം ഒരു ട്രോഫി എങ്കിലും കിട്ടലുണ്ട്. രാഹുൽ അതെങ്കിലും കിട്ടട്ടെ. ഓൾസോ റൂമേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബിഗാഷുംനം KBFCക്ക് വേണ്ടിയിട്ട് ജനുവരി മുതൽ കളിക്കുന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഒഡീഷ FCയുടെ നരേന്ദ്ര ഗെഹ്ലോട്ട് ആൻഡ് അമ്മയ് റനവാഡെ, 2 പ്ലേയേഴ്സിനെയും KBFC സൈൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അത്രേ. ആ ഒരു റിപ്പോർട്ടിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് പോയിന്റ്, കൂടുതൽ ഒഡീഷ FC പ്ലേയേഴ്സിനെ KBFC നോട്ടമിടുന്നതിന്റെ റീസൺ, അടുത്ത സീസണിൽ KBFCയുടെ കോച്ചായിട്ട് സെർജിയോ ലൊബേറ വരാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണത്രേ. നമ്മുടെ കോച്ചിനെ സാക്ക് ചെയ്തിടേ തൊട്ട് സെർജിയോ ലൊബേറ ടു KBFC എന്നുള്ള റൂമേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നടക്കൂല്ല എന്നുള്ളതൊക്കെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അടുത്ത ന്യൂസ്, CR7 ടു PSG. ഗൈസ് കം ഓൺ നൗ. കഴിഞ്ഞ ആഴ്ച ആള് ലീഗ് വണ്ണിനെ പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആളെന്നെ ലീഗ് വൺ ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോഴാ എന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഹി വിൽ സ്റ്റേ അറ്റ് അൽ നസർ. Respect your contracts and believe that things will change. അൽ നസറിന്റെ മാനേജ്മെന്റിന്റെ കാര്യത്തിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് അതുകൊണ്ടല്ല CR7 അവിടെ നിൽക്കുന്നത്. ആളെ സംബന്ധിച്ച് കുറെ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്കറിയുന്ന പോലെ ഫൈനാൻഷ്യലി ആളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ക്ലബ്സ് വളരെ വളരെ കുറവാ. ആൻഡ് അങ്ങനെയുള്ള ക്ലബ്സ് ഇനി ആളെ 39-40 വയസ്സുള്ള ഒരു പ്ലെയറെ സൈൻ ചെയ്ത് അത്രയും ഫണ്ട് മുടക്കി ഒരു റിസ്ക് എടുക്കാനും റെഡി ആവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ആൻഡ് ആളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ബെസ്റ്റ് ഓപ്ഷൻ അൽ നാസറിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് അപ്പ് ലാ ലീഗയിൽ റിയൽ മഡ്രിഡ് വീണ്ടും ലീഗ് ലീഡേഴ്സ് ആവാനുള്ള ചാൻസ് അവർ ബോട്ടിൽ ചെയ്തു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്. 19ാം സ്ഥാനത്തുള്ള വലൻസിയക്കെതിരെ 95ാം മിനിറ്റിൽ വിന്നിംഗ് ഗോളൊക്കെ അടിച്ചിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. അതിനിടയിൽ ബെല്ലിംഗം ഒരു പെനാൾട്ടി മിസ്സാക്കി, വിനീഷ്യസിന് റെഡ് കാർഡ് കിട്ടി. അവസാനം ബെല്ലിംഗം എന്നെ അസിസ്റ്റ് ചെയ്തു ആൻഡ് ആളെന്നെ ആ ഒരു വിന്നിംഗ് ഗോളും സ്കോർ ചെയ്തു. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും തൽക്കാലം ലാലിഗ പോയിന്റ് ടേബിളിൽ അവർ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു മാച്ച് കൂടെ കളിക്കാനുണ്ട്. അവർ ജയിച്ച അവരായിരിക്കും 1ാം സ്ഥാനത്ത് എത്തുക. ആൻഡ് FC ബാർസലോണ, they are absolutely cooked. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.